സ്വന്തമായി നിർമ്മിച്ച ദേശീയ പതാകകൾ വാനിലുയർത്തി ദേശസ്നേഹം വിളംബരം ചെയ്ത വിദ്യാർത്ഥികൾ. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായാണ് തോട്ടട സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ പതാകകൾ നിർമ്മിച്ചത്. പ്ലാസ്റ്റിക് പതാക നിറയുന്നത് തടയാൻ തുണിയിൽ ചെറുപതാക തീർത്താണ് വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യദിനാഘോഷത്തെ വരവേറ്റത്. സ്വന്തമായി അവർ ദേശീയ പതാകകൾ നിർമ്മിച്ചു. അതും പ്ലാസ്റ്റിക് എന്ന വില്ലനെ സ്കൂളിന്റെ പടിക്ക് പുറത്തു നിർത്തി. സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു ശില്പശാല തന്നെ ഒരുക്കുകയായിരുന്നു തോട്ടട സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ. 4 മുതൽ 9 വരെ ക്ലാസുകളിലെ കുട്ടികളെയെല്ലാം അണിനിരത്തിയായിരുന്നു ശില്പശാല. 1 മണിക്കൂർ കൊണ്ട് 750-ൽ അധികം ദേശീയ പതാകകൾ കുട്ടികൾ ഉണ്ടാക്കി. മൈ പ്രൈഡ് എന്ന പേരിലായിരുന്നു ശില്പശാല. മാർക്കറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് പതാകയും വാങ്ങി സ്കൂളിൽ വരിക എന്ന പതിവ് രീതിക്ക് മാറ്റം വേണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇത്തരമൊരു ആശയം രൂപപ്പെട്ടതെന്ന് പ്രിൻസിപ്പൽ PV ജോർജ്. സാധാരണ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മൾ കാണാറുള്ളത് കുട്ടികൾ മാർക്കറ്റിൽ പോയി പ്ലാസ്റ്റിക് കൊണ്ടുള്ള ദേശീയ പതാകയും വാങ്ങി സ്കൂളിലേക്ക് വരാറാണ് പതിവ്. അതിനൊരു മാറ്റം വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ സ്കൂളിലെ എല്ലാ കുട്ടികളും ദേശീയ പതാകനെ അടുത്തറിയുവാനും എന്താണ് ദേശീയ പതാക എന്ന് കുട്ടികൾ അറിയുമ്പോൾ അവരിലൊരു ദേശസ്നേഹമുണ്ടാകുവാനും ആ പതാകയോടുള്ള ബഹുമാനം വർദ്ധിക്കുവാനും അതിടയാക്കും. അപ്പോൾ ഒരു ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ദേശീയ പതാക എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു ആശയത്തിൽ നിന്നാണ് ഇങ്ങനെ എല്ലാ കുട്ടികൾക്കും ക്ലോത്തും അതുപോലെ തന്നെ പെയിൻറ്റും ഒരു ദേശീയ പതാക ഉണ്ടാക്കുന്നതിന് വേണ്ട എല്ലാ മെറ്റീരിയൽസും സ്കൂളിൽ തന്നെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു സംരംഭത്തിനായിട്ട് ഞങ്ങൾ ഇറങ്ങി വന്നത്. ഫെവിക്രിൽ ആണ് കുട്ടികൾ സ്വന്തമായി ദേശീയ പതാക ഉണ്ടാക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ചത്. സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും ഇത്തരം പരിപാടികൾ നടന്നു. കണ്ണൂരിൽ ആദ്യമായാണ് സ്വാതന്ത്ര്യദിനത്തിന് സ്വന്തം പതാക എന്ന ആശയം നടപ്പാക്കുന്നതെന്ന് അധ്യാപകരായ രുക്മണി S. നായരും അജിത സിജുവും പറഞ്ഞു. നമ്മൾ ഓൾ കേരളയിൽ ഈ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഇപ്പോൾ കണ്ണൂർ ആദ്യമായിട്ടാണ് ഈ സെൻറ്റ് ഫ്രാൻസിസ് സ്കൂളിൽ. ഞങ്ങളൊക്കെ പിഡ്ലൈറ്റിൽ വർക്ക് ചെയ്യുന്നവരാണ്, ഫെവിക്കൽ ടീച്ചേഴ്സാണ്. അപ്പോൾ ഫെവിക്കൽ ടീച്ചേഴ്സ് മൈ ഓൺ ഫ്ലാഗ്, ഓരോ കുട്ടിയും അവരവരുടെ സ്വന്തം ഫ്ലാഗ് ഉണ്ടാക്കുക. പിന്നെ ഇതിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് എക്കോ ഫ്രണ്ട്ലി ആണ്. ഇതിൽ യൂസ് ചെയ്യുന്നത് പേപ്പർ സ്ട്രോയും പിന്നെ ക്ലോത്തുമാണ്. കാരണം നോ പ്ലാസ്റ്റിക്, അതാണ് നമ്മളുടെ തീം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഓരോ കുട്ടിക്കും എല്ലാ വീടുകളിലും അവരവർ സ്വന്തം ഉണ്ടാക്കിയ ഫ്ലാഗ് എന്നുള്ളൊരു തീമും കൂടി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പ്രോഗ്രാം. ഇത് വളരെ സക്സസ് ആയി. ശ്രീഷ, ബീന, ഫെവിക്രിൽ മാനേജർ ഗോപാലകൃഷ്ണൻ എന്നിവരും പരിപാടിക്ക് നേതൃത്വം നൽകി. കുട്ടികളിൽ സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കാൻ ഈ ആശയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പതാക നിർമ്മാണത്തിനിടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും നമ്മുടെ പതാകയുടെ പ്രത്യേകതകളെക്കുറിച്ചും അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് വിവരിച്ചു നൽകുകയും ചെയ്തു. 900-ഓളം കുട്ടികളാണ് ഈ ഉദ്യമത്തിന്റെ ഭാഗമായത്. തോട്ടട സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെങ്കിലും പ്ലാസ്റ്റിക് പതാകകൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നം ഇല്ലാതാക്കാൻ കഴിഞ്ഞു എന്നതുകൂടിയാണ് ഈ ഉദ്യമത്തിന്റെ സവിശേഷത. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.